ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും Sabifoodstories സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കിടക്കാച്ചി ഫലൂദയുടെ റെസിപ്പി ആയിട്ടാണ്. നിങ്ങളാരും ഇതുവരെ ട്രൈ ചെയ്യാത്ത ഫലൂദ റെസിപ്പി ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഫലൂദ റെസിപ്പി തന്നെയാണ്. നമുക്കിത് വളരെ ഈസിയായി റെഡിയാക്കി എടുക്കാൻ പറ്റും. ടേസ്റ്റിൻ്റെ കാര്യം പറഞ്ഞറിയിക്കാനില്ല, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കാൻ നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് ഇതിൻ്റെ ഒരു ക്രീം റെഡിയാക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അരട്ടിന് ഹോം മെയ്ഡ് മിൽക്ക് മെയ്ഡ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തേങ്ങയുടെ നല്ല കട്ടിപ്പാലാണ്. നമ്മൾ അരക്കുമ്പോൾ മാത്രം കുറച്ച് വെള്ളം ചേർക്കും, പിന്നെ ചേർക്കില്ല. അപ്പോൾ അത് ഞാൻ ഫ്രീസറിലൊന്ന് സെറ്റാകാൻ വേണ്ടി വെച്ചതാണ്. ഫ്രീസറിൽ സെറ്റാകാൻ വേണ്ടി വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, നല്ല തണുപ്പ് കിട്ടുമല്ലോ, അതിന് വേണ്ടി വെച്ചതാണ്. അപ്പോൾ ഞാനിതിപ്പോൾ ഒരു 10 പേർക്കുള്ള അളവാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 3-4 പേർക്കുള്ള അളവാണെങ്കിൽ ഒരു അരമുറി തേങ്ങ മതിയാവും. പിന്നെ ഫ്രഷ് ക്രീമും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഹോം മെയ്ഡ് ഫ്രഷ് ക്രീമിൻ്റെ വീഡിയോ ഇട്ടതാണ്. അപ്പോൾ ഇതിപ്പോൾ പുറത്തുനിന്ന് വാങ്ങിയുള്ളത് കൊണ്ട് ചേർത്തെന്ന് മാത്രം. അപ്പോൾ ഞാനില്ലെങ്കിൽ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കാറാണ് പതിവ്. അപ്പോൾ ഞാനിത് വീട്ടിലുണ്ടാക്കിയ മിൽക്ക് മെയ്ഡാണ്. 5 മിനിറ്റ് കൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മിൽക്ക് മെയ്ഡാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ പിന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പഞ്ചസാര ചേർക്കുന്നില്ല. നമുക്ക് എത്രയാണോ മധുരം അതിനനുസരിച്ച് മിൽക്ക് മെയ്ഡ് ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിതിവിടെ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോൾ ഇതാണ് നമ്മളെ ഫലൂദക്ക് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ചെയ്യാനായി മാറ്റി വെക്കാം. അപ്പോൾ ഞാനിപ്പോൾ 3-4 മണിക്കൂർ അത് ഫ്രിഡ്ജിൽ സെറ്റാക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ കുറച്ച് പഞ്ചസാരയും കുറച്ച് വെള്ളം ഒഴിച്ച് സേമിയ ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ 3 ആപ്പിൾ, 3 മാങ്ങയും, നല്ല മധുരമുള്ള മാങ്ങ എടുക്കാൻ ശ്രദ്ധിക്കണേ, അല്ലെങ്കിൽ നമ്മൾ ഈ ഫലൂദ ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ മാംഗോൻ്റെ ജെല്ലി ഞാനിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. മാംഗോൻ്റെ ജെല്ലിയൊക്കെ എല്ലാവർക്കും കടയിൽ നിന്ന് വാങ്ങുന്ന ജെല്ലിയൊക്കെ ഉണ്ടാക്കാൻ അറിയില്ലേ, അതിൽ അളവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിപ്പോൾ ഹോം മെയ്ഡായിട്ട് നമുക്ക് ഉണ്ടാക്കാം. അതിൻ്റെ വീഡിയോ ഞാൻ പിന്നെ ഇടുന്നതായിരിക്കും. നമുക്ക് വളരെ ഈസി ആയിട്ട് ഹോം മെയ്ഡ് ജെല്ലി ഉണ്ടാക്കാം. അപ്പോൾ അതും അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് വേണം, കുറച്ച് ഈത്തപ്പഴം വേണം. അപ്പോൾ അണ്ടിപ്പരിപ്പ് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കസ്കസ് ഇവിടെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് മാംഗോ ഐസ്ക്രീമാണ് ഇതിന് വേണ്ടത്. പിന്നെ നമ്മൾ ആ ക്രീം ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഗ്ലാസ്സിൽ സെറ്റ് ചെയ്തെടുക്കാം. ആദ്യം നമ്മളിതിൽ ഐസ്ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ഓരോരോ ലെയറായിട്ട് സെറ്റ് ചെയ്തെടുക്കാം. ആദ്യം കുറച്ച് സേമിയ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ പിന്നെ ആപ്പിൾ ഇട്ട് കൊടുക്കാം. അതൊക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ആപ്പിൾ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കസ്കസ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഈത്തപ്പഴവും അണ്ടിപ്പരിപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അണ്ടിപ്പരിപ്പ് കുറച്ച് നെയ്യിൽ വറുത്ത് ചേർക്കുന്നതാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും. അല്ലാതെ ചേർത്താലും ടേസ്റ്റ് തന്നെയാണ്. ഇനി നമുക്ക് ജെല്ലി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതുപോലെ തന്നെ വീണ്ടും നമുക്കിതുപോലെ ലെയർ സെറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ലാസ്റ്റ് ഐസ്ക്രീമും പിന്നെ അതിൻ്റെ മുകളിൽ ജെല്ലി വെച്ചിട്ടും അലങ്കരിക്കാം, അല്ലെങ്കിൽ ഡ്യൂട്ടി ഫ്രൂട്ടി വെച്ചിട്ടും അലങ്കരിക്കാം. പിന്നെ നമുക്ക് ഇതിൻ്റെ മുകളിൽ നമുക്ക് നമ്മളുണ്ടാക്കിയ ക്രീം ഒഴിച്ച് കൊടുക്കാം. ഇതും കൂടി ഒഴിച്ച് കൊടുത്ത് ഐസ്ക്രീമും കൂടി വെച്ച് ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി വെച്ച് അലങ്കരിച്ച് കൊടുക്കാം. എനിക്കിപ്പോൾ അത് കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതുപോലെ എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇതൊരു 10 പേർക്ക് കഴിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു 4-5 പേർക്കാണെങ്കിൽ ഞാനിപ്പോൾ എടുത്തതിൻ്റെയൊക്കെ അളവ് ഒന്ന് കുറച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് വരാം. എല്ലാം ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്.
അപ്പോൾ ഫോട്ടോഷൂട്ടൊക്കെ കഴിയുമ്പോഴേക്കും കുറച്ച് ഐസ്ക്രീമൊക്കെ മെൽട്ടായിപ്പോയി. അപ്പോൾ ഞാൻ ജാറിലും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ മുന്നേ ജാർ പുഡിങ് ഉണ്ടാക്കിയിട്ടില്ലേ, അതുപോലെ തന്നെ ഞാൻ ജാറിൽ ഫലൂദയും സെറ്റ് ചെയ്തിട്ട് ജാർ ഫലൂദയും കൂടി ആക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ജാറിലുള്ള 2 പേർക്കൊക്കെ കഴിക്കാം ഒന്നിച്ചിരുന്നിട്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഫലൂദ റെസിപ്പി ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയായ ഫലൂദ റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ വീഡിയോ ഷൂട്ടും ഫോട്ടോഷൂട്ടൊക്കെ കഴിയുമ്പോഴേക്ക് എൻ്റെ ഐസ്ക്രീമൊക്കെ ഇവിടെ മെൽട്ടായി പോയിട്ടുണ്ട്. അപ്പോൾ ഒരു വട്ടം ട്രൈ ചെയ്തിട്ടില്ലേ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ഫ്രഷ് ക്രീമൊക്കെ പുറത്തുനിന്ന് വാങ്ങാൻ മടിയാണെങ്കിൽ നമുക്ക് ഹോം മെയ്ഡായിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട് ഫ്രഷ് ക്രീമിൻ്റെ. അപ്പോൾ ഇപ്പം പറയുന്നത് പോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.